നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മുടെ കേരളത്തിലെ കോഴിക്കോട്, മലപ്പുറം ജില്ലകളെ കേന്ദ്രീകരിച്ച് നിപ്പ വൈറസിന്റെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യുക മാത്രമല്ല കുറച്ച് ആളുകൾക്ക് അതിലൂടെ ജീവഹാനി വരെ സംഭവിക്കുകയുണ്ടായി. നിപ്പ വൈറസുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് 2 വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന്, എന്താണ് നിപ്പ വൈറസ്, അതുപോലെ ഇത് എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്, എവിടെ നിന്നാണ് ഈ നിപ്പ വൈറസ് ഉത്ഭവിച്ചത്, ഇത്തരം കാര്യങ്ങളായിരുന്നു നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തത്. രണ്ടാമത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിപ്പ വൈറസിനെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം, നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്. അപ്പോൾ ഇതുമായിട്ട് ഇത്തരം കാര്യങ്ങളായിരുന്നു ആ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ 2 വീഡിയോയുടെയും ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ആവശ്യമുള്ളവർക്കത് കാണാം. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിപ്പ വൈറസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഒരു ജീവിയാണ് നമ്മുടെ വവ്വാലുകൾ. അപ്പോൾ ഈ വവ്വാലുകളും നിപ്പ വൈറസും തമ്മിൽ എന്താണ് ബന്ധം, നമ്മൾ വവ്വാലുകളെ പേടിക്കേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ്. വവ്വാലുകൾ സത്യത്തിൽ നമ്മുടെ ശത്രുക്കളാണോ അതോ മിത്രങ്ങളാണോ? അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മനുഷ്യപരിണാമത്തിനും വളരെ മുമ്പ് തന്നെ, അതായത് ഏതാണ്ട് 52 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമുഖത്ത് ഉടലെടുത്ത വവ്വാലുകൾ അഥവാ നരിച്ചീറുകൾ പ്രാചീന കാലം മുതൽക്ക് തന്നെ നമ്മെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. ചെന്നായ്ക്കളുടേതുപോലുള്ള മുഖഭാവവും ഡ്രാക്കുളകളെ ഓർമ്മപ്പെടുത്തുന്ന രൂപവും ഒക്കെ കൂടി മിക്ക ആളുകളും വവ്വാലുകളെ അകറ്റി നിർത്തുന്നു. ഇത്തരത്തിലുള്ള മനുഷ്യചിന്തകൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മിക്ക ചലച്ചിത്രങ്ങളിലും പ്രേതം, ഡ്രാക്കുള അല്ലെങ്കിൽ ഭയാനകരമായ ചില ഘട്ടങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി വവ്വാലുകൾ പറക്കുന്ന രംഗങ്ങൾ കാണിക്കാറുണ്ട്. ഇതിനൊക്കെ പുറമെ നിപ്പ പോലുള്ള ജന്തുജന്യ രോഗങ്ങളുടെ വാഹകരാണ് വവ്വാലുകൾ എന്ന് അറിഞ്ഞതോടുകൂടി വവ്വാലുകളോടുള്ള ഭയവും വെറുപ്പും ഒന്നുകൂടി വർദ്ധിച്ചു. ഇത് വവ്വാലുകളെ ശത്രുക്കളായി കണ്ട് അവയെ കൂട്ടത്തോടെ നശിപ്പിക്കണം എന്നുള്ള ചിന്തകൾ ചില മനുഷ്യരിലെങ്കിലും ഉടലെടുത്തിട്ടുണ്ടാവും.
ൾക്ക് പൊതുവെ കാഴ്ചശക്തി വളരെ കുറവാണെങ്കിലും ഒട്ടുമിക്ക മെഗാ ബാറ്റുകളും നല്ല കാഴ്ചശക്തിയുള്ളവരാണ്. ഇക്കോ ലൊക്കേഷൻ സംവിധാനത്തിലൂടെയാണ് രാത്രികാലങ്ങളിൽ കുഞ്ഞൻ വവ്വാലുകൾ കൃത്യമായി ഇരപിടിക്കുന്നത്. ചില ശബ്ദതരംഗങ്ങൾ പുറപ്പെടുവിച്ച് ഇവയെ കബളിപ്പിക്കുന്ന ചില നിശാശലഭങ്ങളുമുണ്ട്. ഉദാഹരണമായി ടൈഗർ മോത്തുകൾ. വൈറസ് വാഹകരായിട്ടുള്ള വവ്വാലുകളുടെ ശരീരത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വൈറസ് ബാധ ഏൽക്കാതിരിക്കുന്നത് എന്നാണ് അടുത്ത വലിയൊരു ചോദ്യം. ലോകത്താകമാനമായി ഇത്തരത്തിലുള്ള നിരവധി പഠനങ്ങൾ നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ചില പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ വവ്വാലുകളുടെ ശരീരത്തിൽ തുടർച്ചയായി സംശയങ്ങളും ഒക്കെ കമൻറ്റുകളുടെ രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഞാൻ പരമാവധി അതിന് റിപ്ലൈ ചെയ്യും. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.